സാറേ നിങ്ങളിത് എവിടെയാ? ഇവിടെ നിറച്ചോ ആളും ബഹളവും ഒക്കെയാ. കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്വനി ഇല്ലേ? അവന്റെ അടുത്തിരാ. നീ ആടാ, വീഴാതെ സൂക്ഷിച്ചോ നീ മരണം വരെ. ഞങ്ങൾ ഈ പൂട്ടി ചവിട്ടി പിടിക്കും. വർഷമായിടാ വെൻസേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. ദേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. ഇവിടെ കിടന്ന് പെയ്ത് പെറുക്കിയിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു പറയടേ. ഒറ്റയ്ക്ക് തന്നെ ആണോടി കൊന്നേ? ഞങ്ങള് പറയും, നിങ്ങൾ അനുസരിക്കും. കേട്ടടി അഴിഞ്ഞാട്ടക്കാരി. റാന്നി പവി വധക്കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. പവിയുടെ അമ്മ ലളിത ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നീ അന്ന് മദ്രാസിൽ നിന്ന് ഏതോ ഒരുത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടി വന്നതും പിന്നെ ആ ചത്ത കിഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇനിയും കുറെ കഥകൾ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും പറയാനുണ്ടാവും. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന് അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. ആ നീ വെച്ചോണ്ടിരുന്നോളാ. വല്ലവനും ഉണ്ടായ ചെക്കനെ ചുമക്കേണ്ട കാര്യമില്ല നിനക്ക്. അപ്പൊ നിനക്ക് കൊല്ലാം. ബോഡി കിട്ടിയ ചാക്കാണ് ഈ കേസ് നിർണായക വഴിത്തിരിവായത്. ആ ചാക്കിൽ കണ്ട പാതിമാഞ്ഞ ആ സ്ഥാപനത്തിന്റെ പേരാണ് പവിത്ര മിൽസ് എന്ന സ്ഥാപനത്തിന്റെ പേരാണ്. ഞാനത് പറഞ്ഞോട്ടെ സുഹൃത്തെ, ബഹളമൊക്കെ പ്ലീസ് കേൾക്കൂ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്നും റാന്നി പെരുന്നാൾ സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ആവുന്നു. അവിടെ നിന്നാണ് ആ കുടുംബത്തിലേക്ക് കേസ് അന്വേഷണം തുടങ്ങുന്നത്. പിന്നെ മരിച്ച പയ്യൻ ലളിത എന്ന സ്ത്രീയുടെ ആദ്യ ഭർത്താവിലെ മകനാണ്. പറഞ്ഞോട്ടെ മോനെ. സംഭവം നടന്നുവെന്ന് പോലീസ് വിശ്വസിക്കുന്ന അതേ ദിവസം ഷൺമുഖിനെയും കാറിനെയും പുരക്കയം ഭാഗത്ത് കണ്ടതായി ഈറ്റത്തോട്ടത്തിലെ ഒരു ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേണിയാടാ. പവി വധക്കേസിലെ മുഖ്യപ്രതി ലളിതയിൽ നിന്നും മൊഴികളെടുത്തു. അന്വേഷണം രണ്ടാനച്ഛൻ ഷൺമുഖനിലേക്ക്. എന്റെ ഈ കമ്പിക്കഥ മതിയടാ മലയാളിക്ക്. നിന്നെ അവര് ആഘോഷിക്കും, പിന്നെ നശിപ്പിക്കും, പിന്നെ മറക്കും. ഇനി ഞാൻ പറയും, നീ കേക്കും. കൊഴുത്തപ്പോ ചേട്ട പുതപ്പിന്റെ അടിയിൽ അമുക്കലും പിടിക്കലോ അല്ല പോളെ. ആദ്യം നിനക്കങ്ങ് സൂയിച്ചു, പിന്നെന്തേ നിനക്ക് കുറ്റബോധം തോന്നിയോ? കൊണ്ടു നടന്ന് ചേട്ടന്റെ കൊച്ചിനെ പെറേണ്ടി വരുന്നു.
പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. തള്ള മനസ്സുഖം അറിഞ്ഞതല്ലേ? സമ്മതിക്കടി. നിന്റെ ചേട്ടനെ കൊന്ന നിന്റെ തന്തയാണെന്ന് അങ്ങോട്ട് സമ്മതിക്കടി. പിഴച്ചവളെ അവളെ കയറി പിടിച്ചേന് ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരുത്തും. കൂടെ നീ വന്നില്ലേ? സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റും. നീ മോർച്ചറിയിൽ ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ കൂടെ വാ, കത്തിക്കാനെങ്കിലും തന്നുവിടാടാ.